കഴിഞ്ഞ എപ്പിസോഡിൽ ലെനിൻ രാജേന്ദ്രനോട് എന്നെ സിനിമയിൽ നിന്ന് ഒഴിവാക്കാൻ ചിലർ പറഞ്ഞതും അദ്ദേഹം അത് കേൾക്കാതിരുന്നതും ഞാൻ പറഞ്ഞു. പിന്നീടൊരിക്കൽ വീണ്ടും ഒരു ഏഷണിയെക്കുറിച്ച് ഞാൻ പറയാമെന്ന് പറഞ്ഞിരുന്നു. ആ ഏഷണി നടന്നത് ഷൊർണൂരിൽ തന്നെയാണ്. മലയാളത്തിലെ നിരവധി സിനിമകളുടെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ആയിരുന്ന വിജയൻ പെരിങ്ങോട് കുലത്തിലൊരു വേഷം അഭിനയിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹം നിർമ്മാണ ചുമതലയുടെ ഒരു മേൽക്കാര്യസ്ഥനെ പോലെ സ്വയം രംഗത്തിറങ്ങി. അങ്ങനെ ഒരു ലോഡ്ജ് ബുക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഷൊർണൂരിലെ വിവിധ ഹോട്ടലുകളിലേക്ക് ഞങ്ങൾ പോയതാണ്. അങ്ങനെ ഷൊർണൂരിലെ ഒരു ലോഡ്ജിലെത്തിയപ്പോൾ അവിടെ എൻ്റെ കഷ്ടകാലത്തിനൊരു യുവജന നേതാവ് നിൽക്കുന്നു. അപ്പോൾ റൂമിൻ്റെ സൗകര്യം നോക്കാൻ വേണ്ടി ഞാനങ്ങ് മാറിയ സമയത്ത് ശ്രീ വിജയൻ പെരിങ്ങോട് ഈ വ്യക്തി പറഞ്ഞു, അയ്യോ, ഇങ്ങനത്തെ ഒരു കള്ളനെയാണോ കൂടെ കൊണ്ട് നടക്കുന്നത്? രാഷ്ട്രീയത്തിൽ നടന്ന് ഷൊർണൂരിലെ സകല ജനങ്ങളെ പറ്റിച്ച് ജീവിക്കുന്ന ഒരാളാണ്. നിങ്ങളുടെ സിനിമയിലുള്ള ലക്ഷങ്ങൾ അടിച്ചു മാറ്റാൻ ഇയാളൊരാൾ മതിയാവും. ഇത്രയേ പറഞ്ഞുള്ളൂ. പക്ഷെ ഞാൻ ഇതൊന്നും അറിയാതെ തിരിച്ചു വന്നു. എന്നോട് ഈ വ്യക്തി അതിന് ശേഷം ചിരിച്ചിട്ടൊക്കെയാണ് സംസാരിക്കുന്നതെന്നുള്ള മറ്റൊരു സത്യം. അന്ന് റൂമിലെത്തിയപ്പോഴാണ് ശ്രീ വിജയൻ പെരിങ്ങോട് എന്നോട് ഈ കാര്യം പറഞ്ഞത്. വിജയ, നമ്മൾ പരിചയപ്പെട്ടിട്ടിപ്പോൾ ഒരാഴ്ച ആയിട്ടേ ഉള്ളൂ. പക്ഷേ എനിക്കൊരാളുടെ മുഖം, ഞാൻ നിരവധി സിനിമകൾ നിരവധി ആൾക്കാർക്കൊപ്പം വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. അതിൽ കള്ളന്മാരുണ്ട്, നല്ലവരുണ്ട്. ഒരാളോട് ഒരിക്കൽ സംസാരിച്ചാൽ തന്നെ അയാളുടെ കാര്യങ്ങൾ എനിക്ക് മനസ്സിലാവും. വിജയനൊരു ക്ലീൻ ഇമേജ് രാഷ്ട്രീയക്കാരനാണെന്ന് ഷൊർണൂരിലെ റെസ്റ്റോറൻറ്റിൽ ഉണ്ണിയും പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ ലോഡ്ജിൽ നിന്നിരുന്ന വ്യക്തി ഓർമ്മയുണ്ടോ? അദ്ദേഹം നിങ്ങൾക്കെതിരെ വളരെ മോശമായി, നിങ്ങളൊരു കള്ളനാണ്, ലക്ഷങ്ങൾ അടിച്ചു മാറ്റുന്നവനൊക്കെ എന്നോട് പറഞ്ഞു. ഞാനത് മുഖവേക്ക് എടുക്കില്ല, കാരണം എനിക്ക് വിജയനെക്കുറിച്ച് നേരത്തെ മനസ്സിലാക്കാൻ കഴിഞ്ഞുകൊണ്ട്. പക്ഷേ വിജയൻ സൂക്ഷിച്ചോ, ഇത്തരം പാരകളൊക്കെ സമൂഹത്തിലുണ്ട് എന്നുള്ളത് ഓർക്കുന്ന നന്നായിരിക്കും. അന്നാണ് ഞാനൊരു കാര്യം പഠിച്ചത്. രാഷ്ട്രീയം എന്ന് പറയുന്നത് എത്ര വലിയ ഒരു കടമ്പയാണ്. രാഷ്ട്രീയ വൈരാഗ്യത്തിൻ്റെ പേരിൽ ഒരാളെ ജീവിക്കാൻ പോലും സമ്മതിക്കില്ല എന്ന് തീരുമാനിക്കുന്ന ചിലരുടെയെങ്കിലും, അത് വ്യക്തിപരമായിട്ടുള്ള ഒരു വൈകല്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരാളെ ജീവിക്കുന്ന കാര്യത്തിലേക്ക് എന്തിനാണ് പാരവയ്ക്കുന്നതെന്ന് ഞാൻ അയാളെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്. പോട്ടെ, ഇതൊന്നും എന്നെ ബാധിച്ചില്ല. ആ സിനിമയിൽ തുടർന്ന് ഞാൻ മുഴുവനായി വർക്ക് ചെയ്യാൻ തന്നെ സർവേശ്വരൻ എന്നെ അനുവദിച്ചു. ഇനി എനിക്ക് പറയാനുള്ളത് ഷൂട്ടിംഗ് അനുഭവങ്ങളും ചില മുഹൂർത്തങ്ങളുമാണ്. ആദ്യാനുഭവം ശ്രീ സുരേഷ് ഗോപിയെ റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരിക്കാൻ ആദ്യം പോയ ദിവസമാണ്. അതിനു മുമ്പ് സുരേഷ് ഗോപി അഭിനയിച്ച വേഷം ഞാനൊരു സെക്കൻഡ് നിങ്ങൾക്ക് വേണ്ടി കാണിക്കാം. ഇതാണ് കുലം സിനിമയിലെ സുരേഷ് ഗോപിയുടെ ഭ്രാന്തൻ ചാന്നാൻ എന്ന കഥാപാത്രം. വലിയ ദീർഘവീക്ഷണത്തോടു കൂടി തന്നെയാണ് അഭിനയസിദ്ധിയുള്ള ഈ കഥാപാത്രം ശ്രീ സുരേഷ് ഗോപിയെ ഡയറക്ടർ ഏൽപ്പിച്ചതെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഞാൻ ഷൊർണൂർ